വല്ലാത്തൊരു കാലമുണ്ടായിരുന്നു. ഒറ്റ വാക്കി പറയുക, ഇതിനെല്ലാം മാറ്റം വരുത്തിയത് സുവിശേഷം വന്നത് കൊണ്ടാണ്. അതുകൊണ്ടാ പറഞ്ഞ സുവിശേഷം എല്ലാവരും കേൾക്കണം. ഇതൊരു സഭക്കാരുടെയോ മതക്കാരുടെയോ ഒരു സംഘടനയുടെയോ ഒരു കുടുംബത്തിന്റെ കുത്തകയല്ല. സുവിശേഷം സകലർക്കും വേണ്ടിയുള്ളതാ. യേശു ക്രിസ്തു ഒരു വിഭാഗത്തിന്റെ ദൈവമല്ല, അവിടുന്ന് മുഴു ലോകത്തിന്റെ ദൈവമാ. സുവിശേഷം എല്ലായിടത്തും അറിയിക്കണം. അങ്ങനെയൊക്കെ അറിയിക്കുമ്പോൾ ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാകും. ചിലർക്ക് ഇഷ്ടമല്ല. ആരെയും നിർബന്ധിക്കരുത്, സമ്മർദ്ദം ഒന്നും ചെലുത്തരുത്. നമ്മൾ അങ്ങനെ നിർബന്ധിക്കുന്നുമില്ലല്ലോ. സ്തോത്രം. ചെല്ലു പറയാനുണ്ട്, നിർബന്ധിച്ച് മതം അങ്ങനെ ഒരു സംഭവമേ. ഞാനാന്ന് ഞങ്ങളുടെ സഭയിൽ പറയും, പൊക്കോളാനാ പറയാന്നെ. ചുമ്മാ ഇവിടെ ഇരുന്ന് മെനക്കെടരുത്, പോ. അങ്ങനെ ഞാൻ കർത്താവ് അങ്ങനെ പറഞ്ഞേ, പോ. നിങ്ങൾ എന്നാ പോകാതെ പമ്മി ഇവിടെ. ചെല്ലു പറയുന്നത് നമ്മൾ മതം മാറ്റുക. യോ, അങ്ങനൊന്നും ഒരു സംഭവമില്ല. അങ്ങനെ ഇല്ലെന്നേ. പൊക്കോളാനാ പറയാന്നെ. അത് അവനവനാ തീരുമാനിക്കണ്ടേ. ഇത് നിർബന്ധത്താലൊന്നുമല്ല, സമ്മർദ്ദം കൊണ്ടൊന്നുമല്ല, പരപ്രേരണ കൊണ്ടല്ല. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ചോദിച്ചാൽ ഓരോരുത്തർക്കും പറയാൻ സാക്ഷ്യമുണ്ട്. യേശുവിന്റെ പാപം മോചിച്ചു, യേശുവിന്റെ രോഗത്തെ സൗഖ്യമാക്കി, യേശു ക്രിസ്തു എനിക്ക് സമാധാനം നൽകി. എത്രയെത്ര കുടുംബങ്ങൾ രക്ഷപ്പെട്ടു. മദ്യത്തിന്, മയക്കുമരുന്നിന്, ലഹരി പദാർത്ഥങ്ങൾക്കോ അടിമപ്പെട്ട് പോലീസിന്റെ ലാത്തിക്കോ തത്വസംഹിതകൾക്കോ പ്രത്യയ ശാസ്ത്രങ്ങൾക്കോ മറ്റ് ഇതര ക്രിയകൾക്കോ മനുഷ്യനെ രക്ഷിക്കുവാൻ, സമാധാനം കൊടുക്കുവാൻ കഴിവില്ലാതിരുന്നപ്പോൾ സമാധാനത്തിന്റെ പ്രഭുവാകുന്ന യേശു ക്രിസ്തു ഉള്ളത്തിൽ വന്നതുകൊണ്ട്, യേശു ക്രിസ്തു ഭവനത്തിൽ വന്നതുകൊണ്ട് ഇന്ന് രാത്രി സമാധാനം അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരായി എന്നെ കേൾക്കുന്നത്. അതുകൊണ്ടാണ് ഇതെല്ലാവരും കേൾക്കണം. സുവിശേഷം സകല ജാതികളും കേൾക്കണം. അപ്പോൾ തെസ്സലോനിക്കരുടെ വിശേഷത, ഒന്ന്, ഇവരുടെ വിശ്വാസം വിശ്വപ്രസിദ്ധം. രണ്ട്, ഇവരെല്ലാവർക്കും മാതൃകാ വിശ്വാസികൾ. ആ മാതൃകയ്ക്ക് തന്നെ പല പ്രത്യേകത. ഒന്ന്, ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തോടെ ദൈവവചനം കേട്ടു വന്ന ഒരു മാതൃക. രണ്ടാമത്തെ മാതൃക, ഇവരുടെ ഇടയിൽ നിന്ന് സുവിശേഷം എല്ലായിടത്തും ചെന്നു. ആരെ കണ്ടാലും സുവിശേഷം പറഞ്ഞോണം, നിർബന്ധിക്കണ്ട, പക്ഷെ പറഞ്ഞു കൊടുക്കണം. ഇത് സന്തോഷമാ, രക്ഷയാ, ഞങ്ങൾ അനുഭവിക്കുക. അത് പറഞ്ഞു, അത് പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല, സ്വാതന്ത്ര്യമുണ്ടല്ലോ. പറയണം, യേശു രക്ഷിക്കും. ഞാൻ എവിടെ ചെന്നാലും പറയും, യേശു രക്ഷിതാവാ, യേശു രക്ഷിക്കും, മതി. സ്തോത്രം. തീരുമാനമെടുക്കുന്ന അവനവന്, പറയേണ്ട കടമ നമ്മുടേതാ. അതെ, സ്തോത്രം. റോഡിൽ നടന്നു പോകുമ്പം ഇത് സൈൻ ബോർഡുകളൊക്കെ ഇല്ലേ, പാലത്തിൻ്റെ അവിടെ, ഒരു സ്കൂളിൻ്റെ അവിടെ, അത് അറിയിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ശ്രദ്ധിക്കുക, എല്ലാവരോടും ഈ സുവിശേഷം അറിയിച്ചു. മൂന്നാമത്തെ ഒരു മാതൃക, ഇവര് കർത്താവിന്റെ വരവിനായി കാത്തിരിക്കുന്നവരാ. 9-ാം വാക്യം, ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചു എന്നും ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാനും അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തന്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിപ്പ്. ഇവര് കർത്താവിന്റെ വരവിനായി കാത്തിരിക്കുന്നവരാ. അതാ ഇവരുടെ മാതൃക. നാലാമത്തെ ഒരു മാതൃക, വേർപാട് പാലിച്ചവരാ. താഴോട്ട് വായിച്ചു വരുമ്പോൾ, നിങ്ങൾ യേശു ക്രിസ്തുവിനെ എറിഞ്ഞ് വിഗ്രഹങ്ങളെ വിട്ടെന്നൊരു പദമുണ്ട്, അത് വേർപാട്. എല്ലാം വിവരിക്കുന്നില്ല. 4 മാതൃക. ഒന്ന്, ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു. 2, എല്ലാവരുടെ സുവിശേഷം അറിയിച്ചു. 3, കർത്താവിന്റെ വരവിനായി കാത്തിരിക്കുന്നവർ. 4, ഇവര് വേർപാട് പാലിച്ചവർ. ഇതാണ് ഇവരുടെ മാതൃക. ഈ മാതൃക നമുക്കും ബാധകമാണ്. അങ്ങനെയുള്ള ഇവരോട് പൗലോസ് 4-ാം അധ്യായത്തിന്റെ 18 പറയുക, ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യമായി ആശ്വസിപ്പിച്ചു കൊള്ളുവീൻ. ഏത് വചനം? 4-ാം അധ്യായത്തിന്റെ 13 മുതൽ താഴോട്ട് ഓടിച്ചൊന്ന് വായിച്ചു വിട്ടേര്. കർത്തദാസനെ നിർത്താൻ പോവുക. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായി നാം
നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെയില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുകയും തിരുവായി മൊഴിഞ്ഞവൻ അരുളിയപ്പോൾ വചനം നിറവേറ്റാൻ ബന്ധുസഭയെ ചേർക്കുവാൻ വേഗം മഹിമയിലെടുപ്പാൻ കൊണ്ടുവിരുന്നുശാലയിൽ പോയി ചേർത്ത് പന്തിയിലിരുത്താൻ കൊണ്ടുവിരുന്നുശാലയിൽ പോയി ചേർത്ത് പന്തിയിലിരുത്താൻ. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പ്. ഞാൻ ഏതാനും മിനിറ്റുകൾ കൊണ്ട് നിർത്താം. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവിൻ. ഏത് വചനം? ഈ വായിച്ച തിരുവെഴുത്തിന്റെ അകത്ത് പ്രധാനമായിട്ട് 4 കാര്യങ്ങളുണ്ട്. അത് വിശദീകരിക്കുന്നു. അപ്പൊ ശ്രദ്ധിക്കുക, ഈ ഭാഗത്ത് 4 കാര്യങ്ങളാ. 1, ഒരു മടങ്ങി വരവ്. 2, ഒരു ഉയർപ്പ്. 3, ഒരു രൂപാന്തരം. 4, ഒരു സമാഗമം. എല്ലാം വിശദീകരിക്കുന്നില്ല. ഈ 4-ാം അധ്യായത്തിന്റെ 13 മുതൽ 17 വരെയുള്ള വാക്യത്തിൽ 4 കാര്യം. 1, മടങ്ങി വരവ്. 2, ഉയർപ്പ്. 3, രൂപാന്തരം. 4, സമാഗമം. ഈ 4 കാര്യം പറഞ്ഞേച്ച് 18 പറയുക, ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളണം.